ചെറുപ്പ ഗവൺമെന്റ് LP സ്കൂള് 100 വർഷത്തിലേക്ക് കിടക്കുകയാണ്. 1926 സർക്കാർ രേഖകൾ പ്രകാരം ആരംഭിച്ച സ്കൂള് അതിൻ്റെ 100 വർഷം പൂർത്തീകരിക്കുകയാണ് ഈ വർഷം. ഇത് സമുചിതമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ ആളുകളും പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം സ്കൂൾ അധികൃതരും ഒരു തീരുമാനത്തിലെത്തുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 25/1/2026 തീയതി ഒരു വിപുലമായ സംഘാടക സമിതി ചേരുകയും ചെയ്തു. ആ സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരം അതിൽ നിന്ന് 36 അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയിൽ നിന്ന് ചെയർമാനായിട്ട് രാജീവ് പീച്ചങ്ങോട്ട്, കൺവീനറായിട്ട് വിനോദ് കുമാർ KC, ട്രഷററായിട്ട് രവീന്ദ്രൻ KC എന്നിവരെ തീരുമാനിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റ് സബ് കമ്മിറ്റികളും രൂപീകരിക്കുകയുണ്ടായി. ഫിനാൻസ് കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ, സുവനീർ കമ്മിറ്റി എന്നിവ രൂപീകരിച്ചിട്ട് പ്രവർത്തനം നടത്തി വരികയാണ്. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ പരിപാടിക്ക് നമ്മൾ ഒരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. സെന്റോ 26 എന്നാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ശതാബ്ദി ആഘോഷത്തിന് ലോഗോ തയ്യാറാക്കുകയും ആയത് ഇന്നേ ദിവസം പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മുതിർന്ന ആളായിട്ടുള്ള ശ്രീ KC വിജയനാണ്. അദ്ദേഹമാണ് അത് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കൃഷ്ണേട്ടന് കൊടുത്തുകൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചിട്ടുള്ളത്. അതിന്റെ ചടങ്ങ് ഏകദേശം അരമണിക്കൂർ മുമ്പേ സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി. ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് മാർച്ച് 30 ഒരു വിളംബര ജാഥ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കായലം അങ്ങാടിക്കടുത്തുള്ള താഴ്വാരം എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് ചെറുപ്പ വെച്ചിക്കാട്ടുകടവ് സ്കൂളിൽ വെച്ച് അവസാനിക്കുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് നടക്കുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. അതിനുശേഷമാണ് ഒരു വർഷം നമ്മൾ നടത്തുന്ന ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. കുന്നമംഗലം MLA PTA റഹീം ഉദ്ഘാടനം ചെയ്യുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മുനീറത്ത് അധ്യക്ഷ വഹിക്കുകയും ചെയ്യും. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP കൃഷ്ണൻ, അതോടൊപ്പം തന്നെ നമ്മുടെ AEO, BPC, പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ TK മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഉമ്മർ മാസ്റ്റർ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. ഒരു അധ്യയന വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ക്വിസ് പ്രോഗ്രാം, വാന നിരീക്ഷണം, ഗണിതശാസ്ത്ര പ്രോഗ്രാം, പരിസ്ഥിതി സംരക്ഷണ ക്ലാസ്, മാജിക് ഷോ, ചെസ് പ്രോഗ്രാം, സ്പോർട്സ്, ഇംഗ്ലീഷ് തിയേറ്റർ, മലയാളം തിയേറ്റർ, സമ്പാദ്യശീലം വളർത്തുന്നതിനെ പറ്റിയുള്ള ക്ലാസ്, പരിസ്ഥിതി അറിയാമെന്ന് ഒരു യാത്ര, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്, സഹവാസ ക്യാമ്പുകൾ എന്നീ പരിപാടികൾ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. രക്ഷിതാക്കൾക്കായിട്ട് പാരന്റിംഗ് ക്ലാസ്, നിയമസഹായ വേദിയുടെ ക്ലാസ്, ലഹരി വിരുദ്ധ ക്ലാസ് എന്നിവയും നടത്തുന്നതാണ്. പിന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായിട്ട് കാഴ്ച പരിശോധന ക്യാമ്പും ദന്തപരിശോധന ക്യാമ്പും, BP ഡയബറ്റിക്സ് രക്തഗ്രൂപ്പ് പരിശോധന ക്യാമ്പ്, പ്രദേശത്തെ അമ്മമാർക്കും ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശം കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. ചാലിയാറിന് റെഗുലേറ്റർ വന്നതിന് ശേഷമാണ് നമ്മുടെ വയലുകളൊക്കെ കൃഷിയോഗ്യമല്ലാതായി തീർന്നത്. എന്നിരുന്നാലും പഴയ കാലത്ത് കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അവരുടെ ഉപകരണങ്ങളുടെ ഒരു പ്രദർശനവും
അവരുടെ അനുഭവങ്ങളുമായിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തലും ആ രീതിയിലുള്ള ഒരു ക്ലാസ്സും, അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ പഴയ കാലത്തെ പഠനം, ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രീതി, അതോടൊപ്പം തന്നെ ആ സമയത്തെ മറ്റ് ഭക്ഷണ രീതികൾ, വീട്ടിൽ ജീവിക്കുന്ന അവസ്ഥകൾ, കൂട്ടുകുടുംബമായി എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് പുതിയ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ മുൻ അധ്യാപകരെ ആദരിക്കലും 100 വർഷം പൂർത്തീകരിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. 2027 ജനുവരിക്കും മാർച്ചിനും ഇടയിൽ സുവനീർ പ്രകാശനം നടത്താനും അതോടൊപ്പം തന്നെ വിപുലമായ രീതിയിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം നടത്താനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്കൂളിന്റെ 100ാം വാർഷികം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 10 കൊല്ലം മുമ്പ് 90ാം വാർഷികം ആഘോഷം, നവതി ആഘോഷം നടത്തിയിരുന്നു. നവതി ആഘോഷം നല്ല ഗംഭീരമായിട്ട്, നല്ല പരിപാടിയായിട്ട് നടത്തിയത്. അതിനേക്കാട്ടിലും ഗംഭീരമാക്കണം എന്നാണ്, ശതാബ്ദി ആഘോഷമാകുമ്പോൾ അതിനേക്കാട്ടിലും ഗംഭീരമാക്കണം എന്നാണ് ഞങ്ങളെ കാഴ്ചപ്പാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി. കാരണം ഇന്ന് 30-ാം തീയതി ഘോഷയാത്ര കഴിഞ്ഞാൽ 1-ാം തീയതി ഇതിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം, അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലായിട്ട് ഒരു വർഷം പൂർത്തിയാക്കും. പല പരിപാടികളും ഒരു വർഷത്തിനുള്ളിൽ ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടും ഉള്ള പല പരിപാടികളും ഇവിടെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം മാർച്ച് സ്കൂൾ പൂട്ടുന്നതിന് മുമ്പായിട്ട്, മാർച്ച് പൂട്ടുന്ന ദിവസം നമ്മൾ ഈ വാർഷിക ആഘോഷം സമാപനമായിട്ട് വാർഷികാഘോഷം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് പല ഭാഗത്തുമുള്ള, ഈ സ്കൂളിൽ പണ്ട് കാലത്ത് പഠിച്ച പല ഭാഗത്തുമുള്ള, കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ബന്ധപ്പെടാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിച്ച മുൻ അധ്യാപകരെ കഴിഞ്ഞ നവതിയാഘോഷത്തിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ച് ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശതാബ്ദിക്കും ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല മുൻകാല അധ്യാപകരെ, റിട്ടയർ ചെയ്തവരെ, ആൾക്കാരെ, ജീവിച്ചിരിക്കുന്ന പലരെയും വിളിച്ച് ആദരിക്കാനാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനം. ഞങ്ങൾ സ്കൂളിനെ സംബന്ധിച്ച് ഈ ശതാബ്ദി ആഘോഷത്തെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഈ ഒരു സമൂഹത്തെ ഒന്നടങ്കം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ സ്കൂള് ഇനിയും തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നുകൊണ്ട് നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വളരെയധികം പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ഈ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് ആതിഥേയത്വം വഹിക്കുക എന്നുള്ള ഒരു ചുമതല കൂടി ഈ സ്കൂൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമുക്ക് വാർഷികമായിട്ടും അല്ലാതെയും നമ്മൾ കുട്ടികളെ ഇപ്പോഴത്തെ പഠന രീതി എന്ന് പറയുന്നത് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സർഗാത്മക കഴിവുകൾ കൂടി വികസിപ്പിക്കുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ തന്നെയാണ് സ്കൂള് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, ശില്പശാലകൾ നടത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും അടുത്ത ഈ ഡിസംബർ മാസത്തിൽ ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ കുട്ടികളുടെ ഉന്നമനം തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്, മികവ് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. ശാസ്ത്രമേള, കലാമേള തുടങ്ങിയവയിലൊക്കെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു പ്രീ പ്രൈമറി വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു കുട്ടിയാണിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ, അതുപോലെ മറ്റ് രവീന്ദ്രനാഥ് ടാഗോർ പുരസ്കാരം എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു കൊച്ചുമിടുക്കൻ നമ്മുടെ LKG വിദ്യാർത്ഥിയാണ്. പിന്നെ അതുപോലെ നമ്മുടെ 1ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ശതാബ്ദി വേളയിലായത് നമ്മളെ സംബന്ധിച്ച് ഏറെ ആഹ്ലാദം പകരുന്ന നിമിഷം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രീ പ്രൈമറി ഓണറേറിയം വാങ്ങുന്ന 2 അധ്യാപകരാണ് നമുക്ക് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അതിൽ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയായിട്ടുള്ള ഇഷാൻ ദേവ്, ഈ പരിസരത്ത് തന്നെയുള്ള വിദ്യാർത്ഥിയാണ്, നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷാൻ ദേവിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇതിനകം ഈ ഒരു 4 വയസ്സിനുള്ളിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്.